നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ ഖൗരത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ നമ്മുടെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. അത് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. കാരണം പല റീസൺസ് കൊണ്ടായിരിക്കും ഒരാൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. അതിന് എക്സ്പേർട്സിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വയം ഡയഗ്നോസിൽ നിങ്ങൾ മാറി നിൽക്കണം. എക്സ്പേർട്ടിന്റെ അഡ്വൈസ് തേടുക തന്നെ ചെയ്യണം. ഇന്നു മുതൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലൈവ് ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് ഒരാഴ്ച ഇല്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റുകയും ഞങ്ങളുടെ ഓഫീസൊക്കെ പുതിയ രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ തുടങ്ങുന്നതിനകത്ത് ഒരു പെർട്ടിക്കുലർ സീരീസ് ഞാൻ തുടങ്ങുകയാണ്. അതാണ് NPDs ഇൻ ദി ഓർഗനൈസേഷൻ, കോർപ്പറേറ്റ് വേൾഡിലെ നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മളോട് ഒത്തിരി പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അത് വളരെയേറെ കുറേ മാനങ്ങളുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ഉള്ള അല്ലെങ്കിൽ ഒരു നേച്ചേർഡ് അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള നാർസിസിസ്റ്റുകൾ വിഹരിക്കുന്ന വലിയൊരു ജംഗിളാണ് അത് കോർപ്പറേറ്റ് വേൾഡ് എന്ന് പറയുന്നത്. അത് നാർസിസിസ്റ്റുകളെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന വലിയൊരു ഏരിയ തന്നെയാണ്. അതിനകത്ത് പല ഡിഫറെൻറ്റ് രീതിയിലുള്ള ബിഹേവിയേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതിനകത്ത് നാർസിസിസ്റ്റുകൾ എന്നതിലുപരി നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളോട് നിങ്ങളുടെ ഓർഗനൈസേഷനിലോ നിങ്ങളുടെ ടീമിലോ നിങ്ങളുടെ കൂടെയുള്ളവരോ ആരെങ്കിലും ആ രീതിയിലുള്ള ബിഹേവിയേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഉള്ളവർ ഒരു ഓർഗനൈസേഷനിൽ വന്നു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അവർ ഗെയിമേഴ്സ് ആയിരിക്കും. നല്ല രീതിയിൽ കളിക്കാൻ അറിയുന്നവരായിരിക്കും അവർ. അപ്പോൾ അവർ കളിക്കുമ്പോൾ അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ പേഴ്സണൽ ഗെയിം. എന്ത് രീതിയിലായാലും അവർ ചിലപ്പം പല രീതിയിൽ നമുക്ക് പ്രയോജനമുള്ള രീതികളിലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്ന രീതികളിലും ഒക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് വേൾഡിൽ വന്നിട്ട് കമ്പനിക്ക് ഭയങ്കരമായിട്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് കൺവിൻസ് ചെയ്തിട്ട് അയാൾ അന്നത്തെ സമയത്ത് ഒരു 20 years ബാക്കിൽ ഒരു 1.5 ലാഖിൻ്റെ ഒരു കോഴ്സ് ചെയ്തു കമ്പനിയുടെ ചെലവിൽ. അപ്പോൾ അയാളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗെയിൻ തന്നെയായിരുന്നു. അയാൾ വന്ന് ഈ റിക്വസ്റ്റ് ഇട്ടപ്പോൾ മുതൽ ഞാൻ ചെറുതായിട്ടൊരു ഹിന്റ് കൊടുത്തിരുന്നു, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് സംതിങ് ദാറ്റ് വി സപ്പോസ് ടു ഡു എന്ന്. പക്ഷേ മൈ ബോസ് അപ്പോൾ എന്നോട് പറഞ്ഞു, വി ആർ നോട്ട് സപ്പോസ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്, വി ഹാവ് ടു ഫോക്കസ് ഓൺ എംപ്ലോയി ഡെവലപ്മെന്റ്. നമുക്ക് എംപ്ലോയി ഡെവലപ്മെന്റ് ഒക്കെ ഭയങ്കര നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് ചില ആളുകൾ പേഴ്സണൽ ഗെയിന് വേണ്ടി അവരുടെ ബിഹേവിയേഴ്സ് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അപ്പം ഈ കമ്പനി പറയുന്നത്, നിങ്ങൾ 1 yearനകം നിങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളത് നമ്മൾ തിരിച്ചു പിടിക്കും ആ ഫീസ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് 1 year ആയപ്പോൾ ഇയാൾ റിസൈൻ ചെയ്തു. എന്നിട്ട് അയാൾ പുതിയൊരു കമ്പനിയിലേക്ക് ഈ കാര്യം ഹൈലൈറ്റ് ചെയ്ത് ബിഗർ പൊസിഷൻസിലേക്ക് പോവുകയും ചെയ്തു. അയാൾക്ക് പോകാം, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ ഇതിനകത്ത് വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് അയാൾ കമ്പനിയെ പറ്റിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് എംപ്ലോയീസിന്റെ അടുത്തൊന്നും കാണാൻ പറ്റും, ലീഡേഴ്സിന്റെ അടുത്തൊന്നും മാത്രമല്ല, കൊളീഗ്സ്, ടീം ലീഡ്, അതുപോലെ തന്നെ ബോസസ്, ഇങ്ങനെയുള്ള പലയിടത്തുനിന്ന് നമുക്കിങ്ങനെ ബിഹേവിയേഴ്സ് കാണാൻ പറ്റും. ഇവർക്ക് എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദം വിൽ ഹാവ് എൻ ഏജന്റ്. സാധാരണ ഇവർക്ക് ഇവരെ പ്രകീർത്തിക്കുന്നതും ഇവരുടെ കൂടെ നിൽക്കുന്നതും ഇവരാണ് ശരി, ഇവരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള ചില ഏജൻസിനെ കാണാൻ പറ്റും. പക്ഷെ ചില നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഉള്ളവർ, വളരെ മാക്യുവലിനിസ്റ്റിക് ആയിട്ടുള്ളവരൊക്കെ സിംഗിൾ ആയിട്ട്, അതായത് അവരധികം അങ്ങനെ ഏജൻസിനെ ഒന്നും വയ്ക്കത്തില്ല, അവർ അവരുടെ കാര്യം ഇതായിട്ട് തന്നെ ചെയ്യത്തുള്ളൂ. അത് കുറച്ച് കൂടിയ മാക്യുവലിനിസം, അതായത് കുതന്ത്രങ്ങളൊക്കെ ആലോചിക്കാൻ നല്ല കഴിവുള്ളവരെ. കാരണം അവർ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് ലീക്കായൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കാം അവർ കുറച്ചൊന്ന് അവരിലേക്ക് ഒതുങ്ങിയും അങ്ങനെയൊക്കെ ആയിരിക്കും അവർ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കോർപ്പറേറ്റിന്റെ എയറിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് നാർസിസിസ്റ്റിക് ബിഹേവിയേഴ്സിനെ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ തലയ്ക്കകത്ത്. അതൊന്ന് ഒരു ടൈപ്പാണ് പാരസൈറ്റിക് എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും. പാരസൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേലിൽ പറ്റിപ്പിടിച്ചിട്ട് അവരുടെ ഇതിൽ നിന്ന് വളർന്ന് വലുതാകുന്ന ജീവികളാണ്. അതുപോലെ തന്നെ വെർബലി അബ്യൂസീവ് ഉണ്ട്, ഇമോഷണലി അബ്യൂസീവ് ഉണ്ട്, സൈക്കോളജിക്കലി അബ്യൂസീവ് ഉണ്ട്, മെറ്റീരിയലിസ്റ്റിക് അബ്യൂസീവ് ഉണ്ട്, ഫൈനാൻഷ്യലി അബ്യൂസ് ഉണ്ട്, സക്സസ് അബ്യൂസ് ചെയ്യുന്നവരുണ്ട്, ബാക്ക് സ്റ്റാബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സക്സസ് ബ്ലോക്കേഴ്സ് ഉണ്ട്. നമ്മൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ അതിനെ ബ്ലോക്ക് ഇടുന്നവര്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളെ ആ ഏരിയയിൽ
അവരെയുള്ളവരെ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മളെ അതിനകത്തുനിന്ന് നമുക്കൊരു പ്രൊമോഷനോ നമുക്കൊരു മൂവോ ഒക്കെ പോസിബിൾ ആയിരിക്കുന്നത് എന്നൊക്കെ മാറ്റുന്ന സക്സസ് ബ്ലോക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സക്സസ് സ്റ്റീലേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സക്സസിനെ അല്ലെങ്കിൽ പ്രൊമോഷൻസിനെ സ്റ്റീൽ ചെയ്ത് അവരിലേക്ക് ആക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടവരിലേക്ക് ആക്കുന്ന ആളുകളാണ് സക്സസ് ലീഡേഴ്സ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ലാഡർ എന്ന് പറയുന്ന ഉണ്ടല്ലോ, നമ്മുടെ ഈ കരിയർ ലാഡർ എന്ന് പറയുന്ന നമ്മളിങ്ങനെ കയറി നമ്മൾ പോകാനായിട്ടുള്ള ആ ലാഡറിനെ ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് നമ്മൾ പോകുമ്പോൾ നമുക്ക് അടുത്ത പടി എന്ന് പറയുന്നത് ഇവര് റിമൂവ് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, ഐ എം ബ്ലോക്ക് ദർ, എനിക്ക് ഇതിന്റെ ഫെർദർ ആയിട്ട് പോകാനായിട്ടില്ല, ദ റിമൂവ് ഇറ്റ്. അതുപോലെ തന്നെ അതോറിറ്റേറിയൻ ലീഡേഴ്സ്, അതോറിറ്റേറ്റീവ് അല്ല, അതോറിറ്റേറ്റീവ് ഈസ് ഒക്കെയാണ്, പക്ഷെ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് യു നോ ദാറ്റ് ഹീ ഈസ് സെൽഫിഷ്, സെൽഫ് സെൻറ്റേർഡ്, സെൽഫിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യും. അപ്പൊ അതോറിറ്റേറിയൻ എന്ന് പറയാൻ ഞാൻ എൻ്റെ രീതി, എനിക്ക് എന്ത് വേണം എന്നുള്ളതാണ്, അതായിരിക്കും അയാൾ ചെയ്യുന്നതും. അതുപോലെ തന്നെ അയാളിൽ ഒരു ഇമോഷണൽ തിങ്, അതായത് എന്നോടുള്ള ഇമോഷൻസ് ആണ് കൂടുതൽ. എനിക്ക് എന്നോടുള്ള സ്നേഹം, എൻ്റെ സിൽബന്തികളോട് സ്നേഹമല്ല, എനിക്ക് വേണ്ടി പ്രയോജനം ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുമുള്ള രീതിയിൽ. അപ്പൊ അതോറിറ്റേറിയൻ, നമ്മളുടെ ഒരു കാര്യങ്ങളും ഈ അതോറിറ്റേറിയൻ ലീഡർ കൺസിഡർ ചെയ്യത്തില്ല. വാട്ട് എവർ ഹി സേസ് ദാറ്റ് യു സപ്പോസ് ടു ബി ഇംപ്ലിമെന്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയുള്ളതാണ് ഒരു പേരന്റ് ലീഡർ. പേരന്റ് ലീഡർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അയാള് ഒരു നാർസിസിസ്റ്റിക് പാരന്റ് എന്നുള്ള രീതിയിലായിരിക്കും. അയാൾക്ക് സ്കേപ്പ് ഗോട്ടഡ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് കാണും, ഗോൾഡൻ സബോർഡിനേറ്റ്സും ഒക്കെ കാണും. എന്നിട്ട് അയാൾ ചില സ്ഥലത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള, നമ്മൾ കണ്ടു കഴിഞ്ഞ് ചില പേരന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേരന്റിങ് ആയിട്ടുള്ള സംഭവം നമുക്ക് തന്നുകൊണ്ട് നമ്മളിൽ നിന്നുള്ളത് മുഴുവൻ അയാളിലേക്ക് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ടീമിന് ഒരു ലീഡർ, ഒരു പേരന്റ് ലീഡർ ആയിട്ട് നമ്മളോട് കാണിക്കുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ഹീസ് എൻ, നല്ല പേരന്റ് ലീഡേഴ്സ് ഉണ്ട് കേട്ടോ, പേരന്റ് രീതിയിൽ പെരുമാറുന്നവര്. അത് ഈ മില്ലനിയൽസ് എന്ന് പറയുന്ന ജനറേഷനിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു ലീഡറാണ് പേരന്റ് ലീഡർ എന്ന് പറയുന്നത്. പേരന്റ് ലീഡർ എന്ന് പറയുന്ന ഒരു നല്ല പേരന്റ് ലീഡേഴ്സ് ഉണ്ട് കേട്ടോ ഓർഗനൈസേഷനിൽ. നമ്മളൊരു പാരന്റിങ് രീതിയിൽ നമ്മളെ കെയർ ചെയ്യുന്ന ചില ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് നാർസിസിസ്റ്റിക് പാരന്റ് ആണ്. അവർക്കൊരു ഗോൾഡൻ ചൈൽഡ് പോലെയും സ്കേപ്പ് ഗോഡ് ചൈൽഡ് പോലെയും ഒക്കെയുള്ള നെഗ്ലക്ട്, ഇങ്ങനെയുള്ള ഒരു പേരന്റ് ഒരു നാർസിസിസത്തിൽ കാണിക്കുന്ന അതേ കാര്യങ്ങൾ തൻ്റെ വർക്ക് പ്ലേസിൽ കാണിക്കുന്ന ലീഡേഴ്സ് ആണ് ഈ പേരന്റ് ലീഡേഴ്സ്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാറ്റഗറി പേരന്റ് ലീഡർ എന്ന് പറയുന്നത് സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ സ്വന്തം മക്കളെ പോലെ കാണും. അപ്പൊ നമ്മൾ ഈ ജനറേഷൻ വൈ അല്ലെങ്കിൽ ഒരു മില്ലനിയൽസിലേക്ക് വരുന്ന ആ ജനറേഷനിലുള്ളവരെ കുറച്ച് ഈ പേരന്റൽ ഇതിൽ പാമ്പേർഡാണ്. പേരൻസ് കുറച്ച് ഭയങ്കരമായിട്ട് കെയർ കൊടുത്തിട്ടുള്ള, പാമ്പർ കൊടുത്തിട്ടുള്ള ഒരു ജനറേഷനാണ്. അപ്പൊ അവിടെ വരുമ്പോൾ ഇവർക്കറിയാം ഇവരോട് കുറച്ച് സ്നേഹവും കരുതലും കുറച്ച് ഇതൊക്കെ കാണിച്ച് കുറച്ച് അവർക്കൊരു അപ്രീസിയേഷനും റിവാർഡ്സും ഒക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് ആ രീതിക്ക് നിൽക്കും. അപ്പൊ ഈ പേരന്റ് ലീഡേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ രീതിയിലുള്ള അപ്രീസിയേഷൻസ് ഇതുമൊക്കെ കൂടെ അവർക്ക് അറിയാം ആരെ എങ്ങനെ നിർത്തണം എന്ന്. അങ്ങനെ നിർത്തിക്കൊണ്ട് ആ ടീമിനെ തൻ്റെ ടീമാക്കി മാറ്റിക്കൊണ്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നവരാണ് അങ്ങനെയുള്ളവർ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ, ഓരോ ഏരിയാസും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്ന ഒരു കൾട്ടാണ്. കൾട്ട് ലീഡർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് വേറെ ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്താലും ശരി, ആ ഏരിയയിൽ ജോലി കിട്ടണമെങ്കിൽ ഒന്നില്ല അയാളുടെ കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ നാട്ടുകാരായിരിക്കണം, അല്ലെ അയാളുടെ ചർച്ചിലുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തിലുള്ള വേറെ ഏതെങ്കിലും ഒക്കെ ആൾക്കാരായിരിക്കണം, അയാളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നുള്ളവരായിരിക്കണം. അതല്ലാതെ ഒരു മനുഷ്യനെയും അയാൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ആ ഒരു ഏരിയയിലേക്കോ ആ ടീമിലേക്കോ അയാൾ കേട്ടൂല. കേട്ടുകാലത് മാത്രമല്ല, ഇതിനകത്തുള്ളവർ ഈ കൾട്ട് ലീഡർ ആയിട്ടുള്ള, ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഈ പെർട്ടിക്കുലർ ലീഡറിനോട് എപ്പോഴും വിധേയത്വമുള്ളവരായിരിക്കണം. എന്നിട്ട് ഈ ലീഡറും ഇങ്ങനെ പുഴത്തത്, ഈ ലീഡർ കാരണമാണ് എനിക്ക് ജോലി കിട്ടിയത്, ഈ ലീഡറാണ് അങ്ങനെ, അയാൾ അങ്ങനെയാണ്, അയാൾ അത്ര നല്ലതാണ്, അയാൾ ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്. അയാളുടെ ഏരിയ ഇപ്പം ചെറിയൊരു ലോക്കൽ ഏരിയയിലാണ്, അവിടെ അങ്ങനെ അല്ല. അയാളുടെ ഏരിയാസ് പല ബ്രാഞ്ചസിലും എല്ലായിടത്തും നിങ്ങൾക്ക് സിമിലർ ആൾക്കാരെ കാണാനായിട്ട് പറ്റും. ഇവരാണ് ഈ കൾട്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന കോർപ്പറേഷനിൽ കാണുന്ന ഒരു കാര്യമാണ് ചംചാസ്. ഇങ്ങനെ അപ്പ് പോളിഷ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ചംസാസിനെ ഈ ചംസാസ് മോസ്റ്റ്ലി അധികം കുറച്ച് നാരദരെ പോലെയൊക്കെയുള്ള അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ആൾക്കാരായിരിക്കും. പിന്നെ കിസ് അപ്പ് ആൻഡ് കിക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമ്മളെ
വലിയ കാര്യത്തിൽ പൊക്കിക്കൊണ്ട് വരും, എന്നിട്ട് ചവിട്ടി താഴ്ത്തുന്ന ഒരു കാറ്റഗറി. പിന്നെ നമുക്ക് വരുന്നത് മൈക്രോ മാനേജേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും വളരെ നമ്മുടെ പുറകെ നടന്ന് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഷോ സ്റ്റീലേഴ്സ് ആണ്. ഷോ സ്റ്റീലേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വലിയ കാര്യത്തിലെല്ലാം ചെയ്താക്കി വരും, ലാസ്റ്റ് സ്റ്റേജിൽ കയറി വന്ന് ഷോ മുഴുവൻ അവർ കൊണ്ടുപോകും, നമ്മൾ ചെയ്തവരിങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഷോ സ്റ്റീലേഴ്സിന്റെ. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നാർസിസിസ്റ്റ് ഉണ്ട്, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നാർസിസിസ്റ്റ് ഉണ്ട്. ഈ രണ്ട് കാറ്റഗറിയും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവർ പലപ്പോഴും അവർക്ക് ക്രിറ്റിസിസം എടുക്കാൻ പറ്റില്ല, ഒരു ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന അവരുടെ ആ ഒരു സക്സസിലേക്കും വിന്നിങ്ങിലേക്കും ഒക്കെ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കിക്ക് ദ കാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് അവർക്ക് എവിടെ എന്തെങ്കിലും, നമ്മളത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ ട്രാൻസ്ഫർ ഇങ്ങനെ നമ്മളുള്ള ഫ്രസ്ട്രേഷൻ ട്രാൻസ്ഫറിന്റെ ഒരു ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും ഓഫീസിലൊരു ബോസിനൊരു പ്രശ്നം വന്നാൽ ബോസ് വന്ന് എംപ്ലോയിയെ കിക്ക് ചെയ്യും, എംപ്ലോയി പോയി തന്റെ ഭാര്യക്കെട്ട് കിക്ക് ചെയ്യും, ഭാര്യ പോയി മക്കൾക്കിട്ട് കിക്ക് ചെയ്യും, മക്കൾ പോയി കാറ്റിനിട്ട് കിക്ക് ചെയ്യും. അങ്ങനെ അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പോകുന്നതാണ് കിക്ക് ദ കാറ്റ്. അതുപോലെ തന്നെ സ്കെയർ ഓർ ഫിയർ മോങ്കറിങ്, നമ്മളിലേക്ക് ഫിയർ, നമ്മൾ പേടി ഉണ്ടാക്കിയിട്ട് നമ്മളെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്ന, നമ്മൾ എന്താണോ അവർക്ക് വേണ്ട രീതിയിൽ ചെയ്തെടുക്കേണ്ട അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കൺട്രോൾ ഫ്രീക്ക്, നമ്മളെ കംപ്ലീറ്റ്ലി കൺട്രോളിൽ കൊണ്ടുവരുന്നു. പിന്നെ ഫ്യൂച്ചർ പ്രോമിസിങ് ആയിട്ടുള്ളവർ, നമുക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കുറേ പേരുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ തന്നെ എൻ്റെ തലയിൽ കൂടെ വന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ സീരീസിനെ നമുക്കൊരു കോർപ്പറേറ്റ് നാർസിസിസ്റ്റ് സീരീസ് ആയിട്ട് തന്നെ എടുത്തിട്ട് നമുക്കത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും ഞാൻ ഇൻ ബിറ്റ്വീൻ നമ്മുടെ വീഡിയോസിനകത്ത് കോർപ്പറേറ്റിൻ്റെ ഏരിയാസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ചില വീക്കുകളിൽ കോർപ്പറേറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പലപ്പോഴും നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതും നമ്മൾ പഠിച്ചതും നമ്മൾ റിസർച്ചസിലുള്ളതും ഒക്കെ ചേർത്തിട്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ ആ ഒരു നാർസിസിസ്റ്റ് എന്താ കോർപ്പറേറ്റ് വേൾഡ് അതും കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവെയർസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അവെയർ ആയിട്ടിരിക്കാനും നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അയാൾ നാർസിസിസ്റ്റാണ്, ഇയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ വലിയ പ്രഡിക്ഷൻ ഒക്കെ നടത്തി ഡയഗ്നോസിസ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഈ ബിഹേവിയർ, എനിക്കറിയാം ഇതിങ്ങനെയാണെന്ന്, എൻ്റെ ലൈഫിനെ എനിക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ എൻ്റെ കൂടെയുള്ള എന്നോട് കണക്ട് ചെയ്ത് നിൽക്കുന്നവരോട് നമുക്ക് പറയാം നീ സൂക്ഷിക്കണം, കണ്ടിട്ടൊരു ഇങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ജീവിതം നമുക്ക് ദൈവം തന്ന അമാനത്താണ്. ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം, ഏറ്റവും നല്ല പ്രോഗ്രസീവായിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പം പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് ആയിരിക്കണം നമ്മുടെ എയിം. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.